കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും സംഭവബഹുലമായിട്ടുള്ള ദിവസമാണ് 14-ാം ദിവസം. 14-ാം ദിവസം രാവിലെ തന്നെ ഇരുപക്ഷക്കാരും, അതായത് കൗരവരും പാണ്ഡവരും അവരുടെ അതാത് സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് പോരാട്ടത്തിന് സജ്ജമായി. ഇന്ന് ഇരുകൂട്ടർക്കും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കാരണം ഇന്നത്തെ ദിവസമാണ് അർജുനൻ ജയദ്രഥനെ വധിക്കും എന്ന് ശപഥം ചെയ്തിരിക്കുന്നത്. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 21-ാമത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഒരുക്കങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതലും കൗരവപക്ഷത്തിലായിരിക്കും. കാരണം കൗരവപക്ഷത്തിൽ വ്യൂഹരചനയുടെ ഒരു വല്ലാത്തൊരു മേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൗരവപ്പടയ്ക്കുള്ളിൽ ഗജസൈന്യങ്ങളും കുതിരസൈന്യങ്ങളും കാലാൾ പടയാളികളും രഥങ്ങളുമെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരുടെയോ കാന്തികമായ നിയന്ത്രണത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ. ആ ഒരു സൈന്യത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു ഭാഗത്ത് ഒരു രഥം നിൽക്കുന്നുണ്ടായിരുന്നു. ആ രഥത്തിനുള്ളിൽ ഒരു യോദ്ധാവ് നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ള വസ്ത്രം ധരിച്ച് തലയിൽ കുടുമ കെട്ടിയിട്ടുള്ള ഒരു വൃദ്ധൻ. അദ്ദേഹം പടച്ചട്ടയും പടക്കോപ്പുകളുമെല്ലാം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഭീരമായി ഒരു കൈ ഇങ്ങനെ കൊടുത്ത് മറ്റൊരു കൈയിൽ ഒരു ശംഖും പിടിച്ചായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. സാക്ഷാൽ തേജസ്വിയായ മഹാഗുരുവായ ദ്രോണാചാര്യരായിരുന്നു അത്. അദ്ദേഹം ആ രഥത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശംഖ് വിളിച്ച്, അതുപോലെ തന്നെ തൻ്റെ പടയാളികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു വ്യൂഹം നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദ്രോണാചാര്യർ വീണ്ടും ശംഖ് വിളിക്കുകയുണ്ടായി. ശംഖ് വിളിച്ചതിന് ശേഷം ദ്രോണാചാര്യർ ജയദ്രഥനെ നോക്കി. നമ്മൾ പലയിടത്തും കേൾക്കുകയും കാണുകയും ചെയ്തതുപോലെ ഈ ഒരു ജയദ്രഥനെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. ശിബിരത്തിൽ കൊണ്ട് നിർത്തിയേക്കല്ലായിരുന്നു, ഗുഹയിലും കൊണ്ട് നിർത്തിയിട്ടില്ല. ജയദ്രഥൻ യുദ്ധഭൂമിക്കകത്ത് ഈ വ്യൂഹത്തിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ദ്രോണാചാര്യർ ഈ വ്യൂഹത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കും. ദ്രോണാചാര്യർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജയദ്രഥൻ 19 കിലോമീറ്ററോളം ഉള്ളിലായിരുന്നു. എന്നിട്ട് ജയദ്രഥനോട് പറഞ്ഞു, 19 കിലോമീറ്റർ നീ ഉള്ളിലായിരിക്കും. ആ നിൽക്കുന്ന ഭാഗത്ത്, ഇവിടെ ഈ ഡിസ്റ്റൻസ് പറയുന്നത് ഇങ്ങനെയാണ്, 3 ഗോപിയുതി. ഒരു ഗോപിയുതി എന്ന് പറയുമ്പോഴത്തേക്കും 4 മൈലാണ്. 12 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 19 കിലോമീറ്റർ വരും. 20 കിലോമീറ്റർ അടുപ്പിച്ച് വരും. അങ്ങനെ 20 കിലോമീറ്ററിനുള്ളിലാണ് ജയദ്രഥനെ നിർത്തിയിരുന്നത്. എന്നിട്ട് ജയദ്രഥനോട് പറഞ്ഞു, പേടിക്കണ്ട, നിനക്കകമ്പടിയായി നിന്നെ സംരക്ഷിക്കുവാനായിട്ട് ഒന്നും രണ്ടുമല്ല 1,00,000 കുതിര സൈന്യവും 60,000 രഥികളും. രഥികളെന്ന് പറയുമ്പോൾ രഥത്തിൽ നിന്ന് പോരാടുന്ന യോദ്ധാക്കളെയാണ് രഥികളെന്ന് പറയുന്നത്. 60,000 രഥികളും അതുപോലെ തന്നെ ലക്ഷണമൊത്ത ആരോഗ്യമുള്ള ശ്രേഷ്ഠമായ ചട്ടകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഏകദേശം 10,000-ഓളം ആനകളും അതുപോലെ തന്നെ 1000 കാലാൾ പടയാളികളും അടങ്ങുന്ന ഒരു വൻ സൈന്യം നിനക്കും എനിക്കും നടുവിലുണ്ടാവും നിന്നെ സംരക്ഷിക്കുവാൻ. അതായത് ദ്രോണാചാര്യർ നിൽക്കുന്നതിന് 20 കിലോമീറ്ററിനുള്ളിൽ ജയദ്രഥൻ നിൽക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇത്രത്തോളം സൈന്യം വരുന്നുണ്ട്. തീർന്നിട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോഴും ജയദ്രഥന് ഒരു പരിഭ്രമം മാറുന്നില്ല. ജയദ്രഥനോട് എന്നിട്ട് പറഞ്ഞു, ഇതുമാത്രമല്ല, നിന്നെ സംരക്ഷിക്കുക, വ്യക്തമായി പറയുകയാണെങ്കിൽ നിൻ്റെ ബോഡി ഗാർഡെന്ന് തന്നെ പറയാം, അതായത് ജയദ്രഥൻ്റെ ബോഡി ഗാർഡെന്ന് തന്നെ പറയാം, നിന്നെ സംരക്ഷിക്കുവാനായി ആ 6 മഹാരഥന്മാരുണ്ടാകുമെന്ന് പറഞ്ഞു. ജയദ്രഥൻ ഒന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ 6 ലക്ഷണമൊത്ത രഥങ്ങളുണ്ടായിരുന്നു. അതിലൊരാൾ മഹാബലശാലിയായിട്ടുള്ള ശല്യരായിരുന്നു, മറ്റൊരാൾ മഹാരഥിയായിട്ടുള്ള ഭൂരിശ്രവസായിരുന്നു, പിന്നെ കൃപാചാര്യരും കർണൻ്റെ പുത്രനായിട്ടുള്ള വൃഷസേനനുമായിരുന്നു. ഈ 4 പേര് മാത്രമല്ല, തൊട്ടടുത്ത് ശ്രേഷ്ഠവും അതുപോലെ തന്നെ നല്ല തേജസ്സും തോന്നിക്കുന്ന 2 യോദ്ധാക്കൾ നിൽക്കുന്ന 2 ലക്ഷണമൊത്ത രഥങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു രഥത്തിൽ സ്വർണ്ണ ആനച്ചങ്ങലയുള്ള കൊടിയടയാളമായിരുന്നു. അംഗരാജൻ കർണൻ്റെ രഥമായിരുന്നു അത്. കർണനും ഈ വ്യൂഹത്തിനുള്ളിൽ ജയദ്രഥനെ സംരക്ഷിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത് മറ്റൊരു രഥവും കൂടെ ഉണ്ടായിരുന്നു. ആ രഥത്തിലെ കൊടിയടയാളം എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ വാലായിരുന്നു. ആ രഥത്തിൽ നിൽക്കുന്ന യോദ്ധാവ്, ആ യോദ്ധാവെന്ന് പറയുമ്പോഴത്തേക്കും സൂര്യതേജസ്സിന് സമാനമായിട്ടുള്ള കർണൻ്റെ തേജസ്സിനെക്കാട്ടിയും കൂടുതൽ ആത്മീയ തേജസ്സോടുകൂടി നിൽക്കുന്ന സാക്ഷാൽ അശ്വത്ഥാമാവായിരുന്നു. ജയദ്രഥന് ഇപ്പോൾ ഭയമെന്ന് പറയുന്നൊരൊറ്റ സംഭവമില്ല. എന്നിട്ട് ദ്രോണാചാര്യർ പറഞ്ഞു, അതുമാത്രമല്ല ജയദ്രഥ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും, നിന്നെ ആരാക്രമിക്കാൻ വന്നാലും എന്നെ കടന്നേ ഈ വ്യൂഹത്തിനുള്ളിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്നെ കടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചമച്ചേക്കുന്ന ഈ വ്യൂഹത്തിൽ ദേവന്മാർ ഇന്ദ്രനോടുകൂടി വന്നാൽ പോലും കയറുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. അത്രത്തോളം പ്രചണ്ഡമായിട്ടുള്ളൊരു വ്യൂഹമാണ് ഞാൻ ഈ ചമച്ചിരിക്കുന്നത്. എങ്ങനത്തെ വ്യൂഹമായിരുന്നെന്നറിയൂ? ഈ വ്യൂഹം പുറമേ നോക്കുമ്പോൾ ശകടവ്യൂഹത്തിൻ്റെയും ചക്രവ്യൂഹത്തിൻ്റെയും ഒരു മിക്സായിട്ട് തോന്നും. അതായത് ഫ്രണ്ടിൽ ശകടവ്യൂഹം, അതിൻ്റെ ബാക്കിലേക്ക് ചക്രവ്യൂഹം ഇങ്ങനെ വളഞ്ഞു കയറിയേക്കുന്നു. ഇത് പുറത്തെ മതിലുകൾ മാത്രം, ആളുകളും ഗജങ്ങളും രഥങ്ങളും കൊണ്ട് തീർത്തേക്കുന്ന മതിലുകൾ മാത്രം. ഇതിനുള്ളിൽ
ഭേദിച്ചു കയറാനും ഉള്ളിൽ നിന്ന് പോരാടാനും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വ്യൂഹമായിട്ടുള്ള പത്മവ്യൂഹമാണ് ദ്രോണാചാര്യർ ചമച്ചേക്കുന്നത്. ഈ പത്മവ്യൂഹത്തിലെ ഓരോ ഇതളുകളുണ്ടോ, ഈ ഓരോ ഇതളുകൾക്കുള്ളിൽ നിൽക്കുന്ന സൈന്യമെന്ന് പറയുന്നത് ഒരു മഹാരഥനെ വീഴ്ത്താൻ കെൽപ്പുള്ള സൈന്യമാണ് ഓരോ ഇതളുകൾക്കുള്ളിലായിട്ട് ദ്രോണാചാര്യർ നിർത്തിയേക്കുന്നത്. അവിടെ രഥികളുണ്ട്, ഗജസൈന്യമുണ്ട്, കാലാൾ പടയാളികളുണ്ട്, കുതിരസൈന്യവുമുണ്ട് ഓരോ ഇതളുകൾക്ക് അകത്തും. അങ്ങനെ എല്ലാ ഇതളുകൾക്കുള്ളിലും ഈ സൈന്യങ്ങളുണ്ട്. എന്നിട്ട് തീർന്നില്ല, ഈ പത്മവ്യൂഹത്തിനുള്ളിലായിട്ട് ദ്രോണാചാര്യർ ഒരു സൂചീമുന വ്യൂഹം ചമച്ചു വെച്ചിട്ടുണ്ട്. സൂചിയുടെ രൂപത്തിലുള്ള വ്യൂഹം. ഈ സൂചീമുന വ്യൂഹത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ജയദ്രഥനെ നിർത്തിയേക്കുന്നത്. അതിന് മുൻപായിട്ട് ഈ വ്യൂഹത്തിൻ്റെ ഒരു സൈസ് പറയാം. ഈ വ്യൂഹത്തിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 77 കിലോമീറ്റർ വരും. 77 കിലോമീറ്റർ. എന്നിട്ട് ഇതിൻ്റെ ഒരു വിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 32 കിലോമീറ്റർ വരും. അത്രത്തോളം വരുന്നൊരു വലിയ വ്യൂഹമാണ്. അത്രയും പടയാളികൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരു വ്യൂഹം ചമച്ച് വെച്ചേക്കുന്നു. സാധാരണ ഒരു മനുഷ്യർക്കും കയറാൻ പറ്റത്തില്ല, ദേവതകൾ വന്നാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുമോ എന്ന് തോന്നുന്ന രീതിയിലൊരു വ്യൂഹം. ദ്രോണാചാര്യരെ കൊണ്ട് മാത്രമേ ഒരുപക്ഷെ മനുഷ്യർക്കിടയിൽ ഇങ്ങനൊരു വ്യൂഹം ചമയ്ക്കാൻ കഴിയുള്ളൂ അല്ലേ. എന്നിട്ട് ഈ ഒരു അകത്തുള്ള സൂചീമന വ്യൂഹം ഉണ്ടല്ലോ, സൂചീമന വ്യൂഹത്തിൻ്റെ അങ്ങേയറ്റത്ത് വ്യക്തമായി പറയുകയാണെങ്കിൽ ശകടവ്യൂഹത്തിന് മുന്നിലായി ദ്രോണാചാര്യർ നിലയുറപ്പിച്ചു. ദ്രോണാചാര്യർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിലായിട്ട് സൂചീമുന വ്യൂഹത്തിൻ്റെ അങ്ങേയറ്റത്ത്, അതായത് നമ്മൾ സൂചിയിൽ നൂല് കുരുക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് അവിടെ ജയദ്രഥനെ ഒരുപാട് യോദ്ധാക്കളുടെയും സൈന്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി നിർത്തി. ജയദ്രഥൻ്റെ തൊട്ടു പിന്നിലായി കൃപാചാര്യർ നിലയുറപ്പിച്ചു. ജയദ്രഥൻ്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്നത് അംഗരാജൻ കർണനും മഹാരഥി അശ്വത്ഥാമാവുമാണ്. ജയദ്രഥൻ്റെ മുന്നിലായി നിലയുറപ്പിച്ചിരിക്കുന്നത് ശല്യര്, ഭൂരിസ്രവസ്, വൃഷസേനൻ, പിന്നെ ശലനുമുണ്ട് ഈ സൂചിയുടെ ഭാഗത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ജയദ്രഥനെ സംരക്ഷിക്കുവാനായിട്ട് മഹാരഥികളാണ് അവിടെ പോയി നിൽക്കുന്നത്. എന്നിട്ട് ശകടവ്യൂഹത്തിനുള്ളിലായി ദ്രോണാചാര്യർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ സൂചീമുന വ്യൂഹത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കൃതവർമ്മനാണ് നിൽക്കുന്നത്. ചില്ലറക്കാരനല്ല, യാദവ ശ്രേഷ്ഠനാണ്. കൃതവർമ്മന് തൊട്ടു പിന്നിലായി നിൽക്കുന്നത് ശ്രുതായുധനാണ്. ഈ ശ്രുതായുധൻ ചില്ലറ യോദ്ധാവല്ല, വരുണദേവൻ്റെ മോനാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു യോദ്ധാവാണ്. ശ്രുതായുധൻ്റെ ബാക്കിലായിട്ട് സുദക്ഷണൻ. അങ്ങനെ ഒരു ഗംഭീര സേന, മഹാരഥികൾ ഇങ്ങനെ അർജുനനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സേന. ഇവരുടെ കൂടെ ശക്തരായിട്ടുള്ള ഗജസൈന്യങ്ങളും കുതിരസൈന്യങ്ങളും രഥസൈന്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചമച്ചേക്കുന്ന അർദ്ധവ്യൂഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നത് ദുർമർഷണനായിരുന്നെന്ന് പറഞ്ഞല്ലോ, കൗരവകുമാരനായിട്ടുള്ള ദുർമർഷണൻ. ഇന്ന് ദുർമർഷണൻ ഭയങ്കരമായിട്ടുള്ള പോരാട്ട വീര്യത്തിലാണ്. നല്ല ദേഷ്യത്തോടെയാണ് ദുർമർഷണൻ നിൽക്കുന്നത്. ദുർമർഷണൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ദുർമർഷണൻ്റെ കൂടെ ഏകദേശം 1000 രഥികൾ, 3000 കുതിരസൈന്യം, 10,000-ഓളം കാലാൾ പടയാളികളുമായിട്ട് ദുർമർഷണൻ ഏറ്റവും ഫ്രണ്ടിൽ, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് പോലെ. അവർ നോക്കിക്കാണുകയാണ്. ദ്രോണർക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം, അവിടെ പാണ്ഡവപക്ഷത്തിലും വ്യൂഹരചന നടക്കുന്നുണ്ട്. അവിടെ നിന്ന് വ്യൂഹം രമിക്കുന്നത് ആരൊക്കെയാണെന്നറിയോ? ദൃഷ്ടദ്യുമ്നനും ദൃഷ്ടദ്യുമ്നൻ്റെ കൂടെ നകുലന് ദ്രൗപദിയിലുണ്ടായ പുത്രനായിട്ടുള്ള ശതാനികനും ദൃഷ്ടദ്യുമ്നനും കൂടെയാണ് പാണ്ഡവപക്ഷത്തിൽ നിന്നും വ്യൂഹരചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പോഴും ദ്രോണരുടെ മുഖം പോകുന്നത് ഒരാളുടെ രഥത്തിലേക്ക് മാത്രമാണ്. അധികം താമസിയാതെ തന്നെ ദ്രോണാചാര്യരുടെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടു. ഒരുപാട് ദുർനിമിത്തങ്ങൾ. അവിടെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് കാക്കകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അവർക്കിപ്പോൾ ഭക്ഷണം കിട്ടും എന്നൊരു ഉറപ്പോടുകൂടി ഭയങ്കരമായി ചെന്നായയുടെ ഒരു ഓരിയിടലിലേക്കുന്നു. അപ്പോൾ ആ ഓരിയിടുന്ന ഭാഗവും ഈ ഒരുപാട് കാക്കകൾ ഇങ്ങനെ കറങ്ങുന്ന ഭാഗവും ഭയാനകമായി തോന്നിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ദ്രോണാചാര്യർക്ക് അവിടെ ഒരു വെളിച്ചം പോലെ തോന്നിക്കുന്നൊരു രഥമാണ് കാണാൻ കഴിഞ്ഞത്. ആ രഥത്തിന് മുകളിലായിട്ട് ലങ്കാദഹനം കഴിഞ്ഞ് ഗർജിച്ചുകൊണ്ട് നിൽക്കുന്ന ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള കപിധ്വജം കാണാം. ആ രഥത്തിനുള്ളിലോ 2 തേജസ്സുകൾ പോലെ തോന്നിക്കുന്ന നരനാരായണന്മാർ. ദ്രോണാചാര്യർക്ക് വ്യക്തമായി ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ മിക്കപ്പോഴും പാണ്ഡവപക്ഷത്തിൽ ആദ്യം ശംഖ് വിളിക്കുന്നത് കൃഷ്ണൻ തന്നെയായിരിക്കും. മിക്കപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത്. കൃഷ്ണൻ ശംഖ് വിളിച്ചതിന് ശേഷം അർജുനൻ, അങ്ങനെയാണ് പോണത്. എന്നാൽ ഇപ്രാവശ്യം അവിടെ ആദ്യം മുഴങ്ങിക്കേട്ടത് ദേവദത്തമായിരുന്നു. അർജുനൻ ശംഖ് മുഴക്കി ആദ്യം. അർജുനൻ ശംഖ് മുഴക്കിയതിന് ശേഷം കൃഷ്ണൻ പാഞ്ചജന്യം എടുത്ത് മുഴക്കി. എന്നിട്ട് ആ രഥങ്ങളെല്ലാം കൂടെ മുന്നോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ദ്രോണാചാര്യർ കണ്ടു. എന്നാൽ പാണ്ഡവ പക്ഷത്തിലെ ആ വ്യൂഹങ്ങളിലുള്ള രഥങ്ങളിൽ നിന്ന് ഒരു രഥം പാഞ്ഞു മുന്നോട്ടേക്ക് വരികയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ദ്രൻ വജ്രായുധം എറിഞ്ഞതുപോലെ ഒരു രഥം മുന്നോട്ടേക്ക് ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു.
ആ രഥത്തിൽ സൂക്ഷിച്ചു നോക്കുന്നവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ത്? വെള്ളച്ചട്ട, അതിൽ സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വെള്ള നിറത്തിലുള്ള പടച്ചട്ട, അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു യോദ്ധാവ്. ആ യോദ്ധാവിൻ്റെ നിറമാകട്ടെ വെള്ളി പോലെ തിളങ്ങുന്ന കറുത്ത നിറം. കയ്യിലോ അതിഭയാനകവും ഭയങ്കര നീളവുമുള്ള സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന എല്ലാ ലോകത്തിലും പ്രശസ്തമായിട്ടുള്ള ഗാന്ധീവം എന്ന വില്ല്. ആ യോദ്ധാവിൻ്റെ ശിരസിലാകട്ടെ നല്ല തേജോമയമായിട്ടുള്ള ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ആ യോദ്ധാവിൻ്റെ മുഖത്തോ ദുഃഖവും വിഷമവും സംശയവും ഒന്നുമല്ല കാണുന്നത്, ക്രോധം മാത്രം, പ്രതികാരം മാത്രം. അഭിമന്യുവിൻ്റെ ദേഷ്യം മനുഷ്യരൂപമായി വന്ന് നിൽക്കുന്നത് പോലെയായിരുന്നു അന്ന് അർജുനൻ. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ്റെ വജ്രം പോലെ പാഞ്ഞു വന്നുകൊണ്ട് നിൽക്കുന്ന ആ രഥത്തിനുള്ളിൽ നിന്നുകൊണ്ട് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, മാധവ, ദുർമർഷണൻ അവൻ്റെ ഗജസൈന്യവുമായിട്ട് നിൽക്കുന്നത് കണ്ടോ? അവൻ്റെ അടുത്തേക്ക് തന്നെ ആദ്യം പോ, അവനെ തകർത്തിട്ടേ ഞാനിന്ന് അകത്തോട്ട് കയറുകയുള്ളൂ എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഒരു സന്തോഷത്തോടു കൂടി അതിവേഗത്തിൽ ആ രഥം മുന്നോട്ട് കൊണ്ടുപോയി. മറ്റുള്ള സേനയൊക്കെ വരുന്നതേ ഉള്ളൂ. അർജുനൻ്റെ കൂടെ ആകപ്പാടെ 2 പാഞ്ചാല രാജകുമാരന്മാർ മാത്രമേ ഉള്ളൂ അർജുനൻ്റെ രഥചക്രം സംരക്ഷിക്കുവാനായിട്ട്. യുധാനന്യവും ഉത്തമൂജനും, അവർ രണ്ടുപേരും മാത്രമേ അർജുനൻ്റെ കൂടെയുള്ളൂ. മറ്റുള്ളവർ വരുന്നതേ ഉള്ളൂ. അർജുനൻ അങ്ങോട്ട് പാഞ്ഞു കയറുന്ന സമയത്ത് ഈ ഗജസൈന്യവുമായിട്ട് ദുർമർഷണൻ മുന്നോട്ടേക്ക് വന്നു. അർജുനൻ സംസാരിക്കാനൊന്നും നിന്നില്ല. തുരുതുര അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് ഒരുപാട് അസ്ത്രങ്ങൾ വന്നു. മുന്നേ വരുന്ന ഗജങ്ങളെല്ലാം വീഴുക തന്നെ ചെയ്തു. ആ അസ്ത്രങ്ങളെല്ലാം കയറിയത് മർമ്മഭാഗത്തേക്ക്. അവിടെ കൊണ്ട് അർജുനൻ അവസാനിപ്പിച്ചില്ല. ആ ഗജങ്ങളുടെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഗജസൈന്യത്തിന് മുകളിലിരിക്കുന്ന ഗജങ്ങളെ നിയന്ത്രിക്കുന്ന പോരാളികളുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് അർജുനൻ ഒരു കൂട്ടം അസ്ത്രങ്ങൾ തുരുതുര ഇങ്ങനെ അയച്ചു. ദുർമർഷണൻ നോക്കി നിൽക്കവേ അർജുനൻ അയച്ച അസ്ത്രങ്ങൾ അങ്ങോട്ടേക്ക് പറന്ന് വന്നിട്ട് അവിടെ നിന്ന് ദൂരോട്ട് പോകുന്നു. എന്നാൽ അവിടെ വന്നതുപോലെയല്ല ആ അസ്ത്രങ്ങൾ ആ ഗജസൈന്യവും കടന്നു പോയത്. ആ ഓരോ അസ്ത്രങ്ങളുടെയും ഫ്രണ്ടിലായിട്ട് ഉരുണ്ട ഒരു ഭാഗമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഗജസൈന്യത്തിന് മുകളിലിരുന്ന യോദ്ധാക്കളുടെ തലയെടുത്തുകൊണ്ടാണ് ആ അസ്ത്രങ്ങൾ പോയത്. എന്നിട്ട് അർജുനൻ അവിടെ ഉണ്ടായിരുന്ന രഥസൈന്യത്തിനെയും കുതിരപ്പടയാളികളെയും കാലാൾ പടയാളികളെയും എല്ലാം തകർത്തു വിട്ടുകൊണ്ടിരുന്നു. പറന്നു പോകുന്ന ചട്ടകളും അതുപോലെ തന്നെ ആഭരണങ്ങൾ അണിഞ്ഞ കൈകളും ആയുധങ്ങൾ പിടിച്ചേക്കുന്ന കൈകളുമെല്ലാം ഇങ്ങനെ പോകുന്നത് അവരെല്ലാവരും കണ്ടു നിന്നു. കാരണം ഇതുവരെ ഒരു മയത്തിന് പോരാടിക്കൊണ്ടിരുന്ന അർജുനൻ ഇന്ന് തുടക്കത്തിൽ തന്നെ കടന്നു കയറി പോരാടുകയാണ്. അർജുനൻ്റെ മുഖത്ത്, അർജുനൻ്റെ ജ്യേഷ്ഠനായ ഭീമസേനൻ്റെ മുഖത്തുള്ള ആ ഒരു വികാരമാണ് ഇന്ന് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. ക്രോധം മാത്രം. ഇങ്ങനെ അർജുനനെ കടന്നു കയറിയുള്ള പ്രകടനം കാണിച്ചിട്ടും നിർത്താതെ എല്ലാ ദിശകളിലേക്കും അസ്ത്രം അയച്ചുകൊണ്ട് കൗരവപ്പടയെ മുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആ കൗരവപ്പടയിൽ മുന്നിലുണ്ടായിരുന്ന അർദ്ധവ്യൂഹത്തിലുണ്ടായിരുന്ന സൈനികർ ഭയന്നു. വിധിയുടെ വിളയാട്ടം എന്നെല്ലാം പറയുന്നത് പോലെ അവർക്ക് ചുറ്റിനും നിൽക്കുന്നത് അർജുനന്മാരായിട്ട് തോന്നി. ആ ഭയത്തിൻ്റെ പുറത്ത് ആ ഒരു വിധിയുടെ വിളയാട്ടം പോലെ ഈ കൗരവ യോദ്ധാക്കളുണ്ടല്ലോ പരസ്പരം ആക്രമിച്ചു. അർജുനൻ നിൽക്കുന്നെന്നും പറഞ്ഞ് അങ്ങനെ ആക്രമിച്ച് കുറേ എണ്ണം അവിടെ തീർന്നു. പിന്നെ അർജുനൻ അങ്ങോട്ട് കയറി അവിടെ ഉണ്ടായിരുന്ന ആനകളെ അത്രയും വീഴ്ത്തി, രഥങ്ങൾ തകർത്തു, കാലാൾ പടയാളികളെയെല്ലാം തകർത്തു. ചുരുക്കി പറയുകയാണെങ്കിൽ അർദ്ധവ്യൂഹത്തിൻ്റെ ആദ്യത്തെ ലൈൻ ഓഫ് ഡിഫൻസ് തകർത്തകത്തേക്ക് കയറിയപ്പോൾ ഒരു യോദ്ധാവിന് അർജുനൻ്റെ ഈ വരവ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ യോദ്ധാവിൻ്റെ മുഖത്ത് ക്രോധമായിരുന്നു. ആ യോദ്ധാവിന് ഒട്ടും ഭയമില്ലായിരുന്നു. നല്ല കായബലമുള്ള ലക്ഷണമൊത്ത ആ യോദ്ധാവ് ധരിച്ചിരുന്നത് പൊൻചട്ടയും കിരീടവുമായിരുന്നു. അത് കൗരവരാജകുമാരനായിട്ടുള്ള ദുശാസനനായിരുന്നു. ദുശാസനൻ്റെ കൂടെ ശക്തമായിട്ടുള്ള ഗജസൈന്യവും ഉണ്ടായിരുന്നു. ദുശാസനൻ ഉടനെ തന്നെ ക്രോധത്തോടു കൂടി തൻ്റെ ഗജസൈന്യത്തിനെ അർജുനനെ വളയാൻ പറഞ്ഞു. എണ്ണമറ്റ ഗജസൈന്യം വന്ന് അർജുനനെ വളഞ്ഞ് ഒരുമിച്ച് ആക്രമിക്കാനായിട്ട് വന്നു. എന്തു ചെയ്യാൻ പറ്റും? ഈ എല്ലാ ആനകളും കൂടെ ഒരു രഥത്തിനെ ചവിട്ടി നശിപ്പിക്കാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദുശാസനൻ അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കണിയാനും അവിടെ ആനകളുടെ അലറി വിളിച്ചുകൊണ്ടുള്ള പോക്ക്, ക്രോധത്തോടുകൂടി അലറി വിളിക്കുന്നു, യോദ്ധാക്കൾ ദേഷ്യത്തോടു കൂടി വിളിക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് ഗാന്ധീവത്തിൻ്റെ ഞാണൂരികൾ കേൾക്കാൻ തുടങ്ങി. ആനകൾ കരഞ്ഞു തുടങ്ങുന്ന ശബ്ദം കേട്ടു. ചില ആനകൾ വീഴുന്ന ശബ്ദം കേട്ടു. പിന്നെ ആനപ്പുറത്തിരിക്കുന്ന യോദ്ധാക്കളുടെ തല തെറിച്ച് ദുശാസനൻ്റെ മുന്നിലേക്ക് വന്ന് വീഴുന്നതും കണ്ടു. ആ ആനകൾ ഓരോന്നായി ചരിഞ്ഞ് വീണപ്പോൾ ആ ദിവ്യമായ തേജസ്സിൽ നരനാരായണന്മാർ ക്രോധത്തോടുകൂടി ദുശാസനനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ദുശാസനൻ കണ്ടത്. ചെറുതായിട്ട് പേടി തോന്നി തുടങ്ങിയോ എന്നൊരു സംശയം. അങ്ങനെ തൻ്റെ ചേട്ടൻ്റെ ഹോബി ഇന്ന് അർജുനൻ ഏറ്റെടുത്തതുപോലെ അണിനിരന്നിരുന്ന ഗജസൈന്യത്തിനെ മുഴുവനും അർജുനൻ വീഴ്ത്തി. അങ്ങനെ ദേവദത്തത്തിൻ്റെ ശബ്ദവും ഗാന്ധീവത്തിൻ്റെ ഞാണൊലിയിലും ആ സൈന്യം അർദ്ധവ്യൂഹം തകർന്നപ്പോൾ
ദുശാസനൻ ഭയന്നുകൊണ്ട് അവിടെ നിന്ന് നേരെ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ശരണം പ്രാപിച്ചു. ദുശാസനൻ്റെ സേനയെ തകർത്തതിന് ശേഷം അർജുനനും കൃഷ്ണനും ക്രോധത്തോടുകൂടി നേരെ മുന്നേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നു ആരാണ്? മഹാഗുരുവായ മഹാതേജസ്വിയായ ദ്രോണാചാര്യർ. അർജുനൻ്റെ മുഖത്ത് ഇന്ന് എന്താ പറയുക, ഭവ്യതയോ എന്താ പറയുക, കരുണ നിറഞ്ഞ മുഖമോ ഒന്നുമല്ല, ക്രോധം മാത്രമേ ഉള്ളൂ. ദ്രോണരുടെ മുന്നിലേക്ക് അർജുനൻ എത്തിയപ്പോൾ ഈ വരുന്ന സമയത്തെല്ലാം അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് അസ്ത്രങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ആചാര്യനാണ് വന്ന് നിൽക്കുന്നത്, നിൻ്റെ ആചാര്യനെ വന്ദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തോ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ്റെ അഭിപ്രായത്തെ മാനിച്ച് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൃഷ്ണൻ്റെ അഭിപ്രായത്തെ മാനിച്ചതിന് ശേഷം അർജുനൻ 2 കൈകളും എടുത്ത് കൂപ്പി ദ്രോണാചാര്യരോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, എൻ്റെ പ്രണാമം സ്വീകരിച്ചാലും അങ്ങയുടെ അനുഗ്രഹങ്ങളും മംഗളകരമായിട്ടുള്ള വാക്കുകളും എനിക്ക് മേൽ ചൊരിഞ്ഞാലും അങ്ങ് എനിക്ക് എൻ്റെ പിതാവിന് തുല്യമാണ്. അങ്ങ് എനിക്ക് ധർമ്മരാജാവായ യുധിഷ്ഠിരന് തുല്യമാണ്. അങ്ങ് എനിക്ക് കൃഷ്ണനെപ്പോലെയാണ്. ഞാൻ അങ്ങയെ അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട്. അങ്ങ് എൻ്റെ പിതാവിനെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പിതൃതുല്യ, എങ്ങനെ അങ്ങ് അശ്വത്ഥാമാവിനെ പരിപാലിക്കുന്നുവോ അതുപോലെ തന്നെ അങ്ങയാൽ പരിപാലിക്കപ്പെടേണ്ടവനാണ് ഞാനും. കാരണം അങ്ങയെ ഞാൻ അതുപോലെയാണ് കാണുന്നത്. അത് ദ്രോണാചാര്യരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ദ്രോണാചാര്യരുടെ എല്ലാ ശിഷ്യന്മാരും ദ്രോണാചാര്യരെ അവരുടെ അച്ഛന് തുല്യമായിട്ടാണ് കാണുന്നത്. അത്ര ബഹുമാനമാണ്. അങ്ങനെ ദ്രോണാചാര്യരോട് ഇങ്ങനെ മംഗളകരമായ വാക്കുകൾ പറഞ്ഞാലും ജയദ്രഥനെ വധിക്കുക എന്നുള്ളത് എൻ്റെ സത്യപ്രതിജ്ഞയാണ്, അതിനെന്നെ അനുഗ്രഹിച്ചാലും എന്ന് അർജുനൻ ദ്രോണരോട് പറഞ്ഞു. അർജുനൻ്റെ ഈ ഗുരുഭക്തിയിൽ ഒരുപാട് സംപ്രീതനായിട്ട് ദ്രോണാചാര്യരൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സഭ്യസാചി, എന്നെ പരാജയപ്പെടുത്താതെ ജയദ്രഥനെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തുരുതുര അസ്ത്രങ്ങൾ അങ്ങയച്ചു അർജുനന് നേരെ. അർജുനൻ പെട്ടെന്ന് ഗാണ്ഡീപമെടുത്ത് ആ അസ്ത്രങ്ങളെ തടഞ്ഞു. കാരണം അർജുനൻ പ്രതീക്ഷിച്ചില്ല. അർജുനൻ ബഹുമാനത്തോടെ പറഞ്ഞപ്പോഴത്തേക്കും മറുപടിയായിട്ട് വന്ന അസ്ത്രങ്ങളായിരുന്നു. അങ്ങനെ ദ്രോണരും അർജുനനും അസ്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ പരസ്പരം പ്രഹരിച്ചു കൊണ്ടിരുന്നു. ഈ ആക്രമണം അങ്ങ് മുറുകി തുടങ്ങിയപ്പോൾ അർജുനൻ ചിന്തിച്ചു ദ്രോണരുടെ വില്ല് മുറിക്കാം. ഇങ്ങനെ അർജുനൻ ചിന്തിച്ച ആ ഗ്യാപ്പിൽ ദ്രോണരുടെ വില്ലിൽ നിന്നൊരു അസ്ത്രം വന്ന് അർജുനൻ്റെ വില്ലിൻ്റെ ഞാണങ്ങ് മുറിച്ചു കളഞ്ഞു. ഗാണ്ഡീവത്തിൻ്റെ ഞാണ് മുറിച്ചു. ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണല്ലേ ഗാണ്ഡീവത്തിൻ്റെ ഞാണ് മുറിക്കുന്നത്? ആദ്യമാണെന്ന് തോന്നുന്നു. അത് ചെയ്തതോ സാക്ഷാൽ ദ്രോണാചാര്യർ. ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു തൻ്റെ ശിഷ്യൻ ആ സമയത്ത് തൻ്റെ വില്ല് മുറിക്കുന്ന കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന്. ആ ഗ്യാപ്പിൽ ദ്രോണർ ഈ ഞാണങ്ങ് മുറിച്ചു. അർജുനൻ ഞാണ് മുറിച്ചതിന് ശേഷം ദ്രോണരെ നോക്കിയപ്പോൾ ദ്രോണർ ചിരിച്ചുകൊണ്ട് അടുത്ത അസ്ത്രം ഇങ്ങനെ ഓങ്ങുകയാണ്. അർജുനൻ പെട്ടെന്ന് തന്നെ തൻ്റെ ബാഹുബലം കൊണ്ട് ആ വില്ല് വളച്ച് പെട്ടെന്ന് ഞാണ് കെട്ടി 600 അസ്ത്രങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു. അതിൻ്റെ പിന്നാലെ 700 അസ്ത്രങ്ങൾ അയച്ചു. പിന്നീട് 1000കണക്കിന് അസ്ത്രങ്ങൾ അയച്ചു. പിന്നീട് വീണ്ടും 1000കണക്കിന് അസ്ത്രങ്ങൾ അയച്ചു. ഇത്രയും അസ്ത്രങ്ങൾ അയക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇവിടെ അർജുനനെ ആക്രമിക്കുന്നത് ദ്രോണർ മാത്രമല്ല, ദ്രോണരുടെ കൂടെ മറ്റുള്ള സൈന്യമുണ്ട്. ഈ രഥങ്ങളുണ്ടല്ലോ ദ്രോണരുടെ കൂടെ, അവരും അർജുനനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും അസ്ത്രങ്ങൾ അർജുനൻ അങ്ങോട്ട് ആക്രമിച്ചപ്പോഴത്തേക്കും ഇത് ദ്രോണർക്ക് തടയാൻ കഴിഞ്ഞില്ല. ഈ വന്ന അസ്ത്രങ്ങൾ അത്രയും ദ്രോണർ നോക്കി നിൽക്കവേ ആനകളുടെ ചിഹ്നം വിളിയും ആളുകളുടെ ബഹളവും എല്ലാം കേൾക്കുന്നു. ദ്രോണരിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ള രഥങ്ങൾ തകരുന്നു, ആനകൾ ചരിഞ്ഞു വീഴുന്നു, ആളുകളുടെ തല തെറിപ്പിച്ച് കളയുന്നു, കൈ തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ അർജുനൻ ദ്രോണരുടെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം അർജുനൻ അങ്ങ് ആക്രമിച്ച് നശിപ്പിച്ചു. ദ്രോണർക്ക് ദേഷ്യം വന്നിട്ട് തിരിച്ച് അതിഗംഭീരമായിട്ട് ദ്രോണരങ്ങ് പോരാടി. ദ്രോണരെ കൃഷ്ണാർജുനന്മാരെ മൂടുന്ന രീതിക്ക് അസ്ത്രങ്ങൾ അയച്ചിട്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു അസ്ത്രം, ഒരു നാരാജം, ആ നാരാജം എടുത്ത് വലിച്ച് അർജുനന് നേരെ അങ്ങ് വിട്ടു. ആ നാരാജം നേരെ അർജുനൻ്റെ നെഞ്ചത്തേക്ക് അങ്ങ് തറച്ചു. ആ അസ്ത്രം അർജുനൻ്റെ ചട്ടയിലേക്ക് ആ നെഞ്ചത്തേക്ക് അങ്ങ് തറച്ചപ്പോൾ അർജുനൻ ശരിക്കും ഒന്ന് പ്രകമ്പനം കൊണ്ട് ഒന്ന് കുടുങ്ങി. അതായത് ഒരു മല ഭൂമി കുലുക്കം സംഭവിക്കുമ്പോൾ ഒരു മല വിറയ്ക്കുന്നത് പോലെ അർജുനൻ നിന്ന് വിറച്ചു. അതായത് നല്ലതുപോലെ വേദനിച്ചു. പതുക്കെ അർജുനൻ്റെ ബോധം ചെറുതായിട്ട് പോകുന്നത് പോലെ തോന്നി. പക്ഷേ അർജുനൻ പെട്ടെന്ന് തൻ്റെ ധൈര്യവും ബോധവും എല്ലാം തിരിച്ച് വീണ്ടെടുത്തിട്ട് ദ്രോണാചാര്യരെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. കുറേ അസ്ത്രങ്ങൾ ദ്രോണാചാര്യരുടെ ദേഹത്തേക്ക് പിളർന്നു കയറി. ഇപ്പോൾ കൃഷ്ണൻ രഥത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ചുറ്റിനും നോക്കി. സമയം പോകുന്നത് കൃഷ്ണൻ ശ്രദ്ധിച്ചു. സൂര്യൻ മുന്നോട്ട് വന്നു. അത് കണ്ടുടനെ തന്നെ കൃഷ്ണൻ ചുറ്റിനും നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഈ പോരാട്ടം ഒരുപാട് നേരം നീണ്ടു പൊക്കോണ്ടിരിക്കും, അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എന്നിട്ട് പെട്ടെന്ന്, അർജുന, പാർത്ഥ, ശ്രദ്ധിച്ച് കേട്ടാലും ദ്രോണാചാര്യരുമായിട്ടല്ല നമ്മുടെ ഇന്നത്തെ പോരാട്ടം. നമ്മുടെ ഇന്നത്തെ പോരാട്ടം ജയദ്രഥനെ വീഴ്ത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റിയുള്ള ടാസ്ക്. അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ദ്രോണാചാര്യരെ വട്ടം വെച്ച് രഥവും കൊണ്ട് പോകാൻ പോവുകയാണ്. നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തോ എന്ന്
കൃഷ്ണൻ പറഞ്ഞു. അർജുനൻ ഉടനെ പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ പോലെ. ദ്രോണാചാര്യർ നോക്കി നിൽക്കവേ കൃഷ്ണൻ എന്ന് പറയുന്ന തേരാളിയുടെ കഴിവ് ദ്രോണാചാര്യർ കാണുകയാണ്. ഒറ്റയടിക്ക് ആ രഥം കൊണ്ടങ്ങ് തിരിഞ്ഞ് ദ്രോണാചാര്യരുടെ ബലം വെച്ച് ആ രഥം ഇങ്ങനെ കറങ്ങി ദ്രോണാചാര്യരുടെ ബാക്കിലോട്ട് ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ദ്രോണാചാര്യർ ഉറക്കെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ അർജുന, നിനക്ക് ശത്രുക്കളെ തോൽപ്പിക്കാതെ പോരാട്ടത്തിൽ നിന്ന് പിറക്കോട്ട് വരത്തില്ല എന്നുള്ളത് കൊണ്ടല്ലേ വിജയൻ എന്നൊരു പേരുള്ളത്? ഈ ശത്രുവിനെ തോൽപ്പിക്കാതെയാണല്ലോ നീ പോണത്, അപ്പോൾ അതെല്ലാം കളവാണോ എന്ന് ചോദിച്ചു. ഉടനെ അർജുനൻ തിരിഞ്ഞിട്ട് ദ്രോണരോട് പറഞ്ഞു, അല്ലയോ ദ്രോണാചാര്യരെ, അങ്ങ് എങ്ങനെ എൻ്റെ ശത്രുവാവും? അങ്ങൻ്റെ ഗുരുവല്ലേ, അങ്ങൻ്റെ പിതൃതുല്യനല്ലേ? അശ്വത്ഥാമാവ് അങ്ങേക്ക് എങ്ങനെയാണോ അതുപോലെയല്ലേ ഞാനും അങ്ങേക്കും. അതായത് ലൂപ്പ് ഹോൾ, അങ്ങൻ്റെ ഗുരുവാണ്, ശത്രുവല്ല, അതുകൊണ്ട് എനിക്ക് പോവാം. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് വിട്ടു. അങ്ങനെ അർജുനൻ ബലം വെച്ച് നേരെ കയറിപ്പോയത് ആരുടെ മുമ്പാ? കൃതവർമാവിൻ്റെയും ശ്രുതായുധൻ്റെയും നടുക്കങ്ങ് പോയി നിന്ന്. അങ്ങനെ കൃതവർമാവിൻ്റെയും ശ്രുതായുധൻ്റെയും നടുക്കെത്തിയ അർജുനൻ അവിടെ പോരാടാൻ സജ്ജമായി അവരുമായി നേരിട്ട് കൊണ്ടിരുന്ന അതേ സമയം പിറക്കെ നിന്ന് ദ്രോണാചാര്യർ സൈന്യവും കൂട്ടി അർജുനൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ അർജുനൻ ഒറ്റയ്ക്കല്ല, അർജുനൻ്റെ കൂടെ അർജുനൻ്റെ രഥചക്രം സംരക്ഷിക്കുന്ന 2 പേരുണ്ട് കേട്ടോ. യുധാമന്യുവും ഉത്തമൗജനും 2 സൈഡിലായിട്ടുണ്ട്. അങ്ങനെ അർജുനൻ അവിടെ എത്തിയിട്ട് ഇവിടെ നിൽക്കുന്നത് കൃതവർമാവും ശ്രുതായുധനും മാത്രമല്ല, അവരുടെ കൂടെ ഒരു വലിയ സൈന്യമുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം, അവരുടെ കൂടെ ഒരു വലിയ സൈന്യമുണ്ട്. പല ദേശത്തെ സൈന്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അർജുനൻ അങ്ങോട്ടേക്ക് ശരവർഷം നടത്താനൊരുങ്ങി. ഈ സമയത്ത് പിറക്കെ നിന്ന് ദ്രോണാചാര്യർ അർജുനനെ ആക്രമിച്ചു. അർജുനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദ്രോണാചാര്യർ അസ്ത്രങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നു. അർജുനൻ ആ അസ്ത്രങ്ങളെ തടയുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അർജുനനെ തടയാൻ പറ്റാണ്ടായിപ്പോയി. കാരണം അത്രത്തോളം അസ്ത്രങ്ങൾ ദ്രോണാചാര്യർ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നു. ദ്രോണാചാര്യർ ഇങ്ങനെ അസ്ത്രങ്ങൾ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. എത്രയായാലും ഇവരെയൊക്കെ പഠിപ്പിച്ച ആളല്ലേ, അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ദ്രോണാചാര്യർ അയക്കുന്ന അസ്ത്രമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മഴ പോലെയായിരുന്നു. ഇവിടെ ദ്രോണാചാര്യർ മാത്രമല്ല അസ്ത്രം വഹിക്കുന്നത്, ദ്രോണാചാര്യരുടെ കൂടെയുള്ള ആളുകളും അർജുനനെ ആക്രമിക്കുന്നുണ്ട്. ഈ അസ്ത്രങ്ങൾ ഇങ്ങനെ വന്ന് അർജുനൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അർജുനന് മനസ്സിലായി ഇനി ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അർജുനൻ വില്ല് ഉയർത്തി ഒരസ്ത്രമെടുത്ത് ആ വില്ലിലേക്ക് വെച്ച് മന്ത്രജപം നടത്തി ആ അസ്ത്രം ഇങ്ങനെ പിറക്കോട്ടേക്ക് വലിച്ചു. അസ്ത്രം പിറക്കോട്ട് വലിക്കുന്നതിനനുസരിച്ച് ആ അസ്ത്രത്തിന് നിറമാറ്റമുണ്ടാകുന്നു, രൂപമാറ്റമുണ്ടാകുന്നു. ആ അസ്ത്രം ശ്രേഷ്ഠമായ ഒരു അസ്ത്രത്തിൻ്റെ രൂപത്തിലാകുന്നു. അസ്ത്രത്തിൻ്റെ തലഭാഗത്ത് മൂർച്ചയുള്ള ഭാഗം പോയിട്ട് അവിടെ ഒരു താമര പോലെ വന്നു. സാക്ഷാൽ ബ്രഹ്മാസ്ത്രത്തെ അർജുനൻ ആവാഹിച്ചേക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, വീണ്ടും പറയുന്നു, ബ്രഹ്മാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് തവണ പ്രയോഗിക്കാൻ പറ്റുന്നൊരു അസ്ത്രമല്ല ബ്രഹ്മാസ്ത്രം. അവസാനം അശ്വത്ഥാമാവ് പ്രയോഗിച്ചതാണ് ബ്രഹ്മാസ്ത്രം എന്ന് പറയരുത്. ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും. അശ്വത്ഥാമാവ് അവസാനം എടുത്ത് പ്രയോഗിച്ചതും ഒരുപാട് തവണ പ്രയോഗിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അസ്ത്രം ബ്രഹ്മശിരയാണ്. ബ്രഹ്മാസ്ത്രം ഒരുപാട് തവണ, ഈ ഒരു ദിവസം തന്നെ 1-ൽ കൂടുതൽ തവണ കുരുക്ഷേത്ര ഭൂമിയിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഈ ബ്രഹ്മാസ്ത്രം ഇങ്ങനെ കറങ്ങി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതീവ തേജസ് നിറഞ്ഞ അഗ്നി ഇങ്ങനെ ചുറ്റിനും പറന്ന് ആകാശമാർഗം വരുന്ന ആ അസ്ത്രങ്ങളെയെല്ലാം ചുട്ട് കരിച്ച് ചാമ്പലാക്കിപ്പോയി. ആകാശത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് തീർത്ത ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ആയിരുന്നു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ അർജുനന് നേരെ വന്ന ആ ശരവർഷം അതെല്ലാം പൊട്ടിഞ്ഞ് നാമാവിശേഷമായിപ്പോയി. എന്നിട്ട് അർജുനൻ ദ്രോണാചാര്യർ അയക്കുന്ന അസ്ത്രങ്ങൾക്ക് തിരിച്ച് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ദ്രോണാചാര്യർ കൃഷ്ണന് നേരെയും അസ്ത്രം അയച്ചു. എന്നാൽ ദ്രോണാചാര്യർ ഒരുമാതിരി അന്തകനെപ്പോലെ അവിടെ നിന്നുകൊണ്ടിങ്ങനെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ശിഷ്യനാണെന്നുള്ള ചിന്തയൊന്നും ദ്രോണർക്കില്ല. ഒരു സ്നേഹവും കാണിക്കുന്നില്ല. ദ്രോണരങ്ങാട്ട് എയ്ത് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വ സൈന്യാധിപനായിട്ട് ദ്രോണരങ്ങാട്ട് ആക്ട് ചെയ്തു. അപ്പോൾ അർജുനനും കൃഷ്ണനും മനസ്സിലായി ദ്രോണാചാര്യരുമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്, സമയം ഒരുപാട് പോകും. ദ്രോണരുടെ ഉദ്ദേശം അത് തന്നെയാണ്, അകത്തേക്ക് വിടാൻ പാടില്ല. അതുകൊണ്ട് കൃഷ്ണനും അർജുനനും എന്തോ ചെയ്തു, ദ്രോണരുടെ അസ്ത്രങ്ങൾ വരാത്തൊരു ഭാഗം കണ്ടെത്തി ദ്രോണരുടെ അസ്ത്രങ്ങളെ ഒഴിവാക്കി അതുവഴി അങ്ങ് അകത്ത് കയറി അങ്ങ് പോയി. അപ്പോൾ ദ്രോണരുടെ അടുത്തുനിന്ന് പാഞ്ഞു കയറി അവരങ്ങ് പോയി. കൃഷ്ണനും അർജുനനും ചുറ്റിനുമുള്ള സൈന്യത്തിനെ മുഴുവനും അർജുനൻ ഇങ്ങനെ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒച്ചപ്പാടും ബഹളവും എല്ലാം ഇങ്ങനെ ചെവിയിൽ ആഞ്ഞടിക്കുന്നത് പോലെ എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ ആനകളുടെ ചിഹ്നം വിളിയും അതുപോലെ തന്നെ ആളുകൾ പേടിച്ചവിടെ നിന്ന് ഓടുന്നതുമൊക്കെ. അങ്ങനെ നേരെ എത്തി കൃതവർമാവിൻ്റെ മുമ്പ്. കൃതവർമാവ് അവിടെ എത്തിയിട്ട് അർജുനനുമായിട്ട് അങ്ങോട്ട് പോരാടാൻ തുടങ്ങി. കൃതവർമാവ് ചില്ലറക്കാരനല്ല, ശ്രേഷ്ഠ യോദ്ധാവാണ്. കൃതവർമാവ് വഹിക്കുന്ന അസ്ത്രങ്ങൾ അർജുനൻ്റെ ദേഹത്ത് കൊണ്ടു, കൃഷ്ണൻ്റെ ദേഹത്ത് കൊണ്ടു. അർജുനൻ തിരിച്ച് അസ്ത്രങ്ങൾ എഴുതി കയറ്റി
ഇതിനിടയിൽ കൃഷ്ണനെ ആക്രമിച്ചത് കണ്ട് ദേഷ്യം വന്ന അർജുനൻ കൃതവർമാവിൻ്റെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും കൃതവർമാവിനെയും സൈന്യത്തിനെയും ആക്രമിച്ചു തുടങ്ങിയ സമയത്ത് കൃതവർമാവ് ശക്തിയുള്ള മറ്റൊരു വില്ലെടുത്തിട്ട് അർജുനൻ്റെ നെഞ്ചിലേക്ക് അസ്ത്രം ചെയ്ത് കയറ്റി. അതിൻ്റെ ദേഷ്യത്തിൽ, അതായത് 5 അസ്ത്രം കൃതവർമാവ് അയച്ചെങ്കിൽ 9 അസ്ത്രം അർജുനൻ തിരിച്ച് കൃതവർമാവിൻ്റെ നെഞ്ചിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇതങ്ങ് കയറ്റി. ഉടനെ തന്നെ വാസുദേവൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, കൃതവർമ്മനുമായിട്ടുള്ള സൗഹൃദമെല്ലാം മറന്നേക്ക്, സമയമില്ല, അവനെ അങ്ങ് തട്ടിയേക്ക് എന്ന് പറഞ്ഞു. അതായത് അർജുനൻ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ സുഭദ്രയെ, അതുപോലെ തന്നെ അർജുനന് ഈ യാദവരുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അപ്പം അങ്ങനെ കൃതവർമ്മനും ഒരു വഴിയിലൊരു ബന്ധുവായിട്ട് വരും. അപ്പോൾ ആ ബന്ധുത്വവും അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടാണെന്നുള്ള കാര്യമൊന്നും ആലോചിക്കേണ്ട, അവരെങ്ങ് കാച്ചിയേക്ക് എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ അർജുനൻ തുരുതുര അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് കൃതവർമ്മനെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കി, അതായത് ആശയക്കുഴപ്പത്തിലാക്കി അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ആ വ്യൂഹവും കടന്ന് അകത്തേക്ക് പോയി. അതായത് ക്ഷണനേരം കൊണ്ട് ഒരുപാട് ദൂരം അങ്ങ് കയറിപ്പോയി. ഈ സമയത്ത് കൃതവർമ്മൻ പെട്ടെന്ന് ശ്രദ്ധ തിരിച്ചെടുത്തിട്ട് അർജുനൻ്റെ കൂടെ പോയ 2 പേരുണ്ടല്ലോ, അർജുനൻ്റെ രഥചക്രം കാക്കുന്ന 2 പേര്, അവർക്ക് 2 പേർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഉടനെ അവർ തിരിഞ്ഞു നിന്നിട്ട് കൃതവർമ്മന് നേരെ 10 അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചു. എന്നിട്ട് കൃതവർമ്മൻ്റെ വില്ലും അങ്ങ് മുറിച്ചു കളഞ്ഞു. ഇത് കൃതവർമ്മന് ദേഷ്യമായി. പുള്ളിക്കാരൻ അടുത്ത വില്ലെടുത്തിട്ട് ഇവരുമായി പോരാടി. ഈ ഗ്യാപ്പിൽ അർജുനൻ വ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറി. പക്ഷേ ഇവർ 2 പേർക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അർജുനൻ മാത്രമാണ് ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ്റെ മുന്നിൽ ഇപ്പോൾ എത്തിയേക്കുന്നത് ശ്രുതായുധനാണ്. ശ്രുതായുധൻ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിർത്തിയിരുന്ന തൻ്റെ സൈന്യത്തിനെയും അതുപോലെ തന്നെ മറ്റുള്ള ദേശത്തെ സൈന്യത്തെയും എല്ലാം അർജുനൻ പകർത്തുകൊണ്ട് സൂചിമുന വ്യൂഹത്തിൽ ഇങ്ങനെ വട്ടം ചുറ്റി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രുതായുധന് ദേഷ്യം വന്നു. ശ്രുതായുധനെ സഹിക്കാതെ ശ്രുതായുധൻ തൻ്റെ വില്ലെടുത്തുകൊണ്ട് അർജുനനെ ആക്രമിക്കാൻ തുടങ്ങി. ആ അസ്ത്രങ്ങൾക്കെല്ലാം ചുട്ട മറുപടി പോലെ അർജുനൻ കൂർത്തുമൂർത്ത ശരങ്ങൾ തിരിച്ചയച്ചു. ഇതിനിടയിൽ ശ്രുതായുധൻ അർജുനൻ്റെ കൊടിയുണ്ടല്ലോ, ആ കൊടിയിലേക്ക് ഒരു അസ്ത്രം ഇതങ്ങ് വേറ്റി. ഇത് കണ്ടപ്പോൾ അർജുനൻ അങ്ങോട്ട് ദേഷ്യം കൂടി. അർജുനൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ശ്രുതായുധൻ്റെ വില്ലും മുറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ആവനാഴി ഉണ്ടല്ലോ, ആ ആവനാഴി അങ്ങ് മുറിച്ചിട്ടു. എന്നിട്ട് അർജുനൻ അയച്ച അസ്ത്രങ്ങൾ ശ്രുതായുധൻ്റെ ദേഹത്തേക്ക് തുളച്ചു കയറി. ദേഷ്യം വന്ന ശ്രുതായുധൻ ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്തിട്ട് ഒരുപാട് അസ്ത്രങ്ങൾ അർജുനന് നേരെ അയച്ചു. 2 അസ്ത്രങ്ങൾ അർജുനൻ്റെ 2 കൈയിലും, 1 അസ്ത്രം നെഞ്ചത്തേക്കും ഒന്ന് തറച്ചു. അർജുനൻ ഇത് കണ്ടിട്ട് ഒന്ന് അട്ടഹസിച്ചു. ചിരിച്ചിട്ട് അർജുനൻ എന്തോ ചെയ്തു, നേരെ അസ്ത്രങ്ങൾ അയച്ച് ശ്രുതായുധൻ്റെ സാരഥിയെയും കുതിരകളെയും അങ്ങ് വധിച്ചു. അപ്പോൾ സാരഥിയും കുതിരകളും പോയപ്പോഴത്തേക്കും ശ്രുതായുധന് ദേഷ്യം വന്നു. ശ്രുതായുധൻ ഉടനെ തന്നെ തൻ്റെ വില്ലങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ ദിവ്യമായിട്ടുള്ള ഗദയെടുത്തു. ഈ ശ്രുതായുധൻ എന്ന് പറയുന്നത് വരുണദേവൻ്റെ മകനാണ്. വരുണദേവൻ്റെ മകനാണ് ശ്രുതായുധൻ. മറ്റേത് വായുദേവൻ്റെ മകൻ ഭീമസേനൻ. ഇവരുടെ 2 പേരുടെയും കയ്യിലാണ് ഫേമസ് ആയിട്ടുള്ള ഗദകളുള്ളത്. ശ്രുതായുധൻ ജനിച്ച സമയത്ത് ശ്രുതായുധൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു നദിയാണ്, പർണശ എന്നാണ് ആ നദിയുടെ പേര്. അപ്പോൾ ശ്രുതായുധൻ ജനിച്ച സമയത്ത് പർണശ എന്ന് പറയുന്ന നദി വരുണദേവനോട് വരദാനം ചോദിച്ചു, എൻ്റെ മകനെ ആർക്കും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയരുത്, അവൻ അജയ്യനായിരിക്കും, അവനെ ആരും വധിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ വരുണദേവൻ പറഞ്ഞു, ഭൂമിയിൽ ജനിച്ചാൽ ഒരു നാൾ മരിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് അമരനായിട്ടിരിക്കാനോ അവധ്യനായിട്ടിരിക്കാനോ ഉള്ള വരവൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, മറിച്ച് അവൻ ഈ ദിവ്യമായിട്ടുള്ള ഗദയും അത് പ്രയോഗിക്കാനായിട്ടുള്ള മന്ത്രങ്ങളും ഞാൻ നൽകുന്നു. ഈ ഗദയേന്തി അവൻ പോരാടുന്ന സമയത്ത് യുദ്ധഭൂമിയിൽ അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു നിരായുധന് നേരെ ഈ ഗദ ഇവൻ എപ്പോഴെങ്കിലും പ്രയോഗിച്ചാൽ, ഈ ഗദയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഗദയെടുത്ത് എറിഞ്ഞാൽ നമ്മുടെ തോറിൻ്റെ ഹാമർ പോലെ പോയി അടിച്ചിട്ടിങ്ങ് തിരിച്ചു വരും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട് ഈ ഗദയ്ക്ക്. എന്നിട്ട് വരുണദേവൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു, ഒരു നിരായുധന് നേരെ ഈ ആയുധം പ്രയോഗിച്ചാൽ ആ ആയുധം തിരിച്ചു വന്ന് ശ്രുതായുധൻ്റെ ജീവനെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതായുധൻ ദേഷ്യം വന്ന് ചാടിയിറങ്ങി ഈ ഗദ കൊണ്ട് അർജുനനെയും കൃഷ്ണനെയും ആക്രമിക്കാൻ പോയി. എന്നിട്ട് കൃഷ്ണന് നേരെ ഈ ഗദ എങ്ങ് വലിച്ചെറിഞ്ഞൊരാവശ്യമില്ലാതെ. നിരായുധന് നേരെ ഗദ വന്നടിച്ചാൽ അത് നേരെ ശ്രുതായുധൻ്റെ ജീവിതം തീർക്കുമല്ലോ. കൃഷ്ണന് നേരെ അവൻ ഗദ എടുത്തു. കൃഷ്ണൻ അങ്ങതാ ഒഴിഞ്ഞു മാറുന്നതിന് പകരം നെഞ്ചങ്ങ് വിരിച്ച് കാണിച്ചു കൊടുത്ത് ആ ഗദ വന്ന് കൃഷ്ണൻ്റെ നെഞ്ചിൽ തട്ടി. കൃഷ്ണൻ അത് ജുജുബി ഒന്നും ഉണ്ടാക്കിയില്ല. ആ ഗദ ഉടനെ തന്നെ കൃഷ്ണൻ്റെ നെഞ്ചിൽ തട്ടി. ആ ഗദ അവിടെ നിന്നപ്പോഴത്തേക്കും ശ്രുതായുധന് മനസ്സിലായി, പണി പാടി. ഈ ഗദ ഉടനെ തിരിച്ച് വന്ന് ശ്രുതായുധൻ്റെ മുഖത്തേക്ക് ഒരൊറ്റയടി. ശ്രുതായുധൻ അവിടെ ഉറങ്ങി, അതായത് തീർന്ന്. ശ്രുതായുധൻ അവിടെ വധിക്കപ്പെട്ടു. അങ്ങനെ ശ്രുതായുധൻ എന്ന ശക്തനായ യോദ്ധാവ്, സാക്ഷാൽ വരുണദേവൻ്റെ മകൻ, ദിവ്യമായിട്ടുള്ള ഗദയുള്ള ആ ഒരു യോദ്ധാവ് ഇങ്ങനെ നിലത്തേക്ക് വീണത് കണ്ടപ്പോഴത്തേക്കും അവിടെ ആ ഭാഗത്തുണ്ടായിരുന്ന കൗരവസേനയ്ക്ക് ഭയമായി. അവരവിടെ നിന്ന് ഓടി. എന്നാൽ അർജുനനും കൃഷ്ണനും തെല്ലും സമയം കളഞ്ഞില്ല. അവർ വ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും തുളച്ചു കയറി ഇങ്ങനെ പോയപ്പോൾ അടുത്തത് അവരെ കാത്തു നിന്നത് സുദക്ഷണനായിരുന്നു. സുദക്ഷണൻ കാംബോജ ദേശത്തെ രാജാവായിരുന്നു.
ശ്രുതായുധൻ വീണു എന്നുള്ള കാര്യം സുദക്ഷണൻ അറിഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിൽ സുദക്ഷണൻ അർജുനനെ ആക്രമിക്കാൻ ഒരുങ്ങിയ സമയത്ത് അർജുനൻ ക്രോധത്തോടുകൂടി അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ സുദക്ഷണൻ്റെ ദേഹവും പിളർന്ന് ഭൂമിയിലേക്ക് വീണു. വാസുദേവൻ ശ്രീകൃഷ്ണനെയും അർജുനനെയും മാറി മാറി സുദക്ഷണൻ അസ്ത്രങ്ങൾ എയ്യുന്നത് കണ്ടിട്ട് അർജുനൻ സുദക്ഷണൻ്റെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. ദേഷ്യം വന്ന സുദക്ഷണൻ ക്രോധത്തോടുകൂടി അർജുനന് നേരെ ഒരു വേല് വലിച്ചെറിഞ്ഞു. ആ വേല് അർജുനൻ്റെ ദേഹം പിളർന്ന് ഭൂമിയിലേക്ക് അങ്ങ് പോയി. എന്നാൽ ഇതിൽ ക്രോധം വന്ന അർജുനൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അർജുനൻ സുദക്ഷണ നേരെയായിട്ട് അങ്ങനെ അസ്ത്രങ്ങൾ അയച്ചു. അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് പറന്നു വന്ന അസ്ത്രങ്ങൾ സുദക്ഷണൻ്റെ വില്ല് മുറിച്ചു, കൊടി മുറിച്ചു, കൊടയങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു, കുതിരകളെ വീഴ്ത്തി, സാരഥിയെ വീഴ്ത്തി. എന്നിട്ട് വീണ്ടും അർജുനൻ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ സുദക്ഷണൻ്റെ രഥമങ്ങ് തകർത്ത് കളഞ്ഞു. എല്ലാവരും ചുറ്റിനും നിന്ന് ഭയത്തോടെ നോക്കി നിൽക്കവേ അർജുനൻ ക്ഷണനേരം കൊണ്ട് വിരിഞ്ഞ തലയുള്ള ഒരു അസ്ത്രം സുദക്ഷണന് നേരെ അയച്ചു. ആ അസ്ത്രം സുദക്ഷണൻ്റെ ഹൃദയത്തിലേക്ക് കയറി. അങ്ങനെ സുദക്ഷണൻ എന്ന ക്ഷത്രിയനെയും അർജുനൻ വീഴ്ത്തി. അർജുനൻ ഇതുകൂടെ ചെയ്തത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയമായി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടാനൊരുങ്ങി. അർജുനൻ്റെ മുന്നിൽ വരുന്ന ഒരൊരാളെ അർജുനൻ വെറുതെ വിടുന്നില്ല. ആയുധമേന്തി അർജുനൻ്റെ മുന്നിൽ വരുന്ന ഒരാളെ അർജുനൻ വെറുതെ വിടുന്നില്ല. എന്നിട്ട് ആ ഒരു യുദ്ധഭൂമിയിലേക്ക്, ആ വ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ചുറ്റിക്കേറി അർജുനൻ എല്ലാ ആളുകളെയും നശിപ്പിച്ചു കൊണ്ടിരുന്നു. ശരിയാണ്, ശകടവ്യൂഹത്തിനുള്ളിലെ ഓരോ ഇതളുകൾക്കുള്ളിലുള്ള യോദ്ധാക്കളും ഒരു മഹാരഥനെ വീഴ്ത്താനുള്ള യോദ്ധാക്കൾ തന്നെയാണ്. പക്ഷേ അവരുടെ കഷ്ടകാലത്തിന് ആ വ്യൂഹത്തിനുള്ളിലേക്ക് കയറിയ മഹാരഥൻ്റെ പേര് അർജുനൻ എന്നായിരുന്നു. ഈ സമയത്ത് അർജുനൻ നേരെ വന്നേക്കുന്നത് ശ്രുതായുസ്, അച്യുതായുസ് എന്ന് പറയുന്ന രണ്ട് ക്ഷത്രിയരുടെ മുന്നിലായിരുന്നു. ശ്രുതായുസിനും അച്യുതായുസിനും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുനനെ വധിക്കണം. അത്രത്തോളം ദേഷ്യം. അങ്ങനെ അവർ അർജുനനുമായി പോരാടി. അസ്ത്രങ്ങൾ കൊണ്ട് പരസ്പരം ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് ശ്രുതായുസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഞ്ഞ നിറത്തിലുള്ളൊരു വേലെടുത്ത് വലിച്ച് അർജുനന് നേരെ വിട്ടു. ആ വേൽ അർജുനൻ്റെ ദേഹം പിളർന്നു. അർജുനന് പതിയെ ബോധം മങ്ങിത്തുടങ്ങി. ഇത് കൃഷ്ണനെ അത്ഭുതപ്പെടുത്തി. അടുത്ത സെക്കൻഡിൽ അച്യുതായുസ് ഒരു കുന്തമെടുത്ത് അർജുനന് നേരെ എറിഞ്ഞു. തളർന്നു നിന്നവൻ്റെ ദേഹത്ത് ഒരു കുന്തവും കൂടെ കൊണ്ടുള്ള അവസ്ഥ എന്താവും? അർജുനൻ്റെ ബോധം കുറച്ചുകൂടെ പോയി. അർജുനൻ ഇങ്ങനെ തളർന്ന് പുറക്കോട്ട് പോയിട്ട് ആ കൊടിയുടെ സ്തംഭം ഉണ്ടല്ലോ, കൊടി പിടിച്ചേക്കുന്ന സ്തംഭം, ആ സ്തംഭത്തിൽ പിടിച്ച് ഇങ്ങനെ തളർന്നങ്ങ് നിന്നു. ഈ സമയത്ത് ശ്രുതായുസും അച്യുതായുസും അട്ടഹസിച്ച് ചുറ്റിനും കറങ്ങി അർജുനനും കൃഷ്ണനും നേരെ അസ്ത്രങ്ങൾ അയച്ചു. കൂടെ ഉണ്ടായിരുന്നവരും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ഇങ്ങനെ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും രഥം ഇങ്ങനെ മൂടുകയാണ്. ഈ സമയത്ത് കൃഷ്ണൻ അർജുനനെ പിടിച്ചിട്ട് അർജുന എന്നും പറഞ്ഞ് അർജുനനോട് സംസാരിച്ചു. അർജുനനോട് നല്ല വാക്കുകൾ പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണനെ കാണാൻ പറ്റാണ്ടായി, അർജുനനെ കാണാൻ പറ്റാണ്ടായി, കുതിരകളെ കാണാൻ പറ്റാണ്ടായി, ആ തിളങ്ങുന്ന കൊടി കാണാൻ പറ്റാണ്ടായി, ആ രഥവും കാണാൻ പറ്റാണ്ടായി. അത്രയും അസ്ത്രങ്ങൾ ഈ രഥത്തിനെ ചുറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വിസ്ഫോടനം, നീല നിറത്തിലുള്ള ആ വിസ്ഫോടനം വൃത്താകൃതിയിലെ അസ്ത്രങ്ങളെയെല്ലാം അട്ടിച്ച് തെറുപ്പിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി. ഇവർ നോക്കുമ്പോൾ ഒരസ്ത്രം ഇങ്ങനെ കറങ്ങി മുകളിലോട്ട് പോകുന്നു. ആ അസ്ത്രത്തിൽ നിന്ന് മിന്നലുകൾ ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അർജുനൻ ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. ഈ ഇന്ദ്രാസ്ത്രം ആകാശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് ശ്രുതായുസും അച്യുതായുസും അവരുടെ സൈന്യവും അയച്ച് അസ്ത്രങ്ങളെല്ലാം മുറിച്ചു. അർജുനൻ ചുറ്റി നടന്ന് ശ്രുതായുസും അച്യുതായുസുമായി പോരാടിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ അർജുനൻ്റെ ഗാന്ധീപത്തിൽ നിന്ന് വന്ന ശരങ്ങൾ ശ്രുതായുസിൻ്റെയും അച്യുതായുസിൻ്റെയും കൈകളും തലയും തെറുപ്പിച്ചങ്ങ് കളഞ്ഞു. അങ്ങനെ അർജുനൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദുര്യോധനൻ ഉടനെ തന്നെ അർജുനന് നേരെ ഗജസൈന്യത്തിനെ പറഞ്ഞു വിട്ടു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ മെയിനായിട്ട് പറയാൻ പോണത് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോണത് വ്യൂഹത്തിനുള്ളിലുള്ള പോരാട്ടങ്ങളായിരിക്കും. അവിടെയാണല്ലോ അശ്വത്ഥാമാവും കൃപാചാര്യരും അംഗരാജൻ കർണനും ഒക്കെ ഉള്ളത്. എന്നാൽ ഈ വ്യൂഹത്തിൻ്റെ പുറത്തും സംഭവ ബഹുലമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മിസ് ചെയ്യാതെ പറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് വ്യൂഹത്തിനുള്ളിലെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ